എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബല്ലു വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് കൃപാസന സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ ബല്ലു വേൾഡ് എന്ന ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാ കമന്റുകളും ലൈക്കുകളൊക്കെ തന്നിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ കയറി വരാൻ സാധിച്ചത്. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുകയാണ്. സോ നമ്മുടെ കൃപാസന സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കുന്ന ഒരു പഴയ രീതി അനുസരിച്ച് നമ്മൾക്കറിയാം, നമ്മുടെ കുടുംബത്തിലുള്ള ആർക്ക് വേണമെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള ആർക്ക് വേണ്ടിയും കൃപാസന ഉടമ്പടി നമുക്ക് എടുക്കാം, അങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കാം അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്. സോ അച്ഛൻ്റെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ പ്രത്യേക നിയോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് എക്സാം എഴുതണം, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ വിദേശ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് വരുന്ന സെപ്പറേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉടമ്പടി ഇനി കുടുംബത്തിലുള്ള ആരും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. മീൻസ് കുടുംബത്തിലുള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ച് അമ്മ, അപ്പൻ, അങ്ങനെയുള്ള ആളുകളൊന്നും എടുത്ത് പ്രാർത്ഥിക്കാൻ എടുക്കരുതെന്നാണ് അച്ഛൻ്റെ വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ നമ്മൾ അങ്ങനെയാകും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി നമ്മൾ അങ്ങനെ ഉള്ള വ്യക്തികൾ ഉടമ്പടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം തന്നെ ഉടമ്പടി എടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടി രസീതുമായിട്ട് പോയാൽ മാത്രമാണ് അച്ഛനെ കാണാൻ സാധിക്കത്തുള്ളൂ. സോ അത് പ്രത്യേകം ഓർക്കുക. കാരണം അത് വേറെ ഒന്നുകൊണ്ടും അല്ല. കാരണം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ ഒരു വ്യക്തി അറിയണം ആ ഒരു ഉടമ്പടി എന്താണ്, അല്ലെങ്കിൽ ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഉടമ്പടിയുടെ നിബന്ധനകൾ എങ്ങനെയാണ് പോകുന്നത്, അതെല്ലാം പാലിച്ചുകൊണ്ട് ആ ഒരു വ്യക്തി തന്നെ എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം ഉടമ്പടി എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകം ഓർക്കുക, നമ്മൾ അങ്ങനെ പ്രത്യേക ആവശ്യം നടക്കേണ്ട ആളുകൾ അവർ തന്നെ പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ മറ്റുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കാൻ പാടില്ല എന്നാണ് അച്ഛൻ പ്രത്യേകം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛനെ കാണേണ്ട അവസ്ഥകളിൽ അങ്ങനെയുള്ളവരെ അനുവദിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് അച്ഛനെ കാണാൻ സാധിക്കുകയൊന്നുമില്ല. സോ പ്രത്യേകിച്ച് അങ്ങനെ ഉള്ളൊരു കാര്യം എടുക്കാതിരിക്കുക. ഉടമ്പടി പ്രത്യേകം വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുമ്പോൾ ആ വ്യക്തി തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വേണം ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനുവദനീയമല്ല എന്നാണ് അച്ഛൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. സോ പ്രത്യേക ആ ഒരു കാര്യം ഓർക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോയിലൂടെ. ഒപ്പം എല്ലാവർക്കും വലിയ ഒരു സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും കൃപാസന മാതാവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനിയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൃപാസന റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഉടനെ എത്തുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.